യുണൈറ്റഡ് നേഷൻസ് കുട്ടികളിൽ വളർത്തേണ്ട പ്രധാന ശീലങ്ങളായിട്ടെന്ന് പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ് ആണ്. ഇത് 10 സ്കില്ലുകൾ വളർത്തിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്തൊരു പ്രധാന സ്കില്ലാണ് ക്രിയേറ്റീവ് തിങ്കിങ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് ഒരു കാര്യം മാത്രമേ. ചിലപ്പോൾ നമ്മളൊരു ആത്മഹത്യ തീരുമാനിക്കുന്ന ഒരാൾ ഒന്നിരുന്നൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ചിലപ്പോൾ ഒരുപാട് അവസരങ്ങൾ തുറന്നു വരും. അപ്പോൾ അവിടെ അയാളുടെ ചിന്തകൾ അടഞ്ഞു പോകുന്നതുകൊണ്ടാണ് അയാളുടെ ആത്മഹത്യ ചെയ്യുന്നത്. അയാൾക്ക് പിന്നെ ഫർദറായിട്ടൊന്നുമില്ല. ഒരു ആത്മഹത്യയാണ് ലോകത്തിലെ ഏറ്റവും ക്രിയേറ്റീവ് തിങ്കിങ് ഇല്ലാതാകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഒട്ടും ക്രിയേറ്റീവ് അല്ല, അയാൾക്കിനി ഒന്നും ചെയ്യാനില്ല, മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ല. പക്ഷേ ഇരുന്നൊന്ന് ചിന്തിച്ചാൽ എല്ലാത്തിനും 100 വഴികൾ തുറക്കുമെന്നുള്ളതുണ്ട്. പലപ്പോഴും ടൈം തന്നെ പല കാര്യങ്ങളും ഹീൽ ചെയ്യപ്പെടുന്നുണ്ട്. ചിലപ്പോൾ ആ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആളെ 7 വർഷമോ അല്ലെങ്കിൽ ഒരു 2 വർഷമോ 1 വർഷമോ ഒന്ന് വെയിറ്റ് ചെയ്ത് എല്ലാം ഞാൻ സഹിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ അവസരങ്ങളുടെ ഒരു ലോകം അയാളുടെ മുമ്പിൽ തുറന്നു വരും. പക്ഷേ ടൈം അയാൾക്ക് എടുക്കാൻ സാധിക്കില്ല. അയാളുടെ എല്ലാ ക്രിയേറ്റീവ് തിങ്കിങ്ങും അവിടെ അടഞ്ഞു പോകുമ്പോഴാണ് അയാളവിടെ ആത്മഹത്യ എന്ന് പറയുന്ന ലാസ്റ്റ് റിസോർട്ട് ചെയ്യുന്നത്. അതൊരു രോഗമാകാം, കടമാകാം. പറയുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നും. പക്ഷേ ഇത്തരം അവസരങ്ങളിൽ പോലും ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ കഴിയുന്നവർ ചിലപ്പോൾ ജീവിതത്തിൽ അങ്ങ് സക്സസ്ഫുൾ ആവും. ഇങ്ങനെ ഇരുട്ടിൻ്റെ കൂരിരുട്ടുകളിൽപ്പെട്ട ആൾക്കാരാണ് പിന്നീട് ഒരു 7 വർഷം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ 7 വർഷങ്ങളും പലപ്പോഴും മാറി മാറി വരുന്നതാണ്. നമ്മളൊരു മനുഷ്യ ജീവിതം എന്ന് പറയുമ്പോൾ പൂർണ്ണായുസ് എന്ന് പറയുന്നത് 7 × 12 84 ഓരോ 7 സൈക്കിളിലും വ്യത്യസ്തമാണ്. നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ചിന്തകളൊന്നും ആയിരിക്കത്തില്ല അടുത്ത 7 വർഷം കഴിയുമ്പോൾ നമ്മളിൽ വരുന്നത്. നമ്മൾ തികച്ചും വ്യത്യസ്തമായ ചിന്തകളുടെ ഉടമകളായിട്ട് തീരും. നമ്മളൊരു അവസരം മുട്ടി നിൽക്കുന്ന സമയത്ത് പോലും ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാനുള്ള നമ്മുടെ കഴിവ് അത് നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കും. അപ്പോൾ അത് ക്രിയേറ്റീവ് തിങ്കിങ് വളർത്തിയെടുക്കണം. കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ നിരാശയുടെ പടുകുഴിയിലെത്തുമ്പോഴാണ് അവർ ആത്മഹത്യയ്ക്കൊക്കെ തുനിയുന്നത്. അതൊരു ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ കുറവ് തന്നെയാണ്. അപ്പോൾ അത് കുഞ്ഞുങ്ങളിലൊക്കെ ചെറുപ്പത്തിലേ വളർത്തിയെടുക്കണം. അതുപോലെ ക്രിയേറ്റീവ് തിങ്കിങ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു അപകടം മണക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്താൽ എനിക്ക് എന്തായി തീരുമെന്നുള്ളൊരവസ്ഥ. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയെ ചിലപ്പോൾ ഇവിടുത്തെ വന്ന് ബൈക്കിൽ വിളിക്കുമ്പോഴത്തേക്ക് അവനോട് നോ എന്ന് പറയാൻ, അല്ലെ പോയാൽ അവിടെ എന്ത് സംഭവിക്കും, അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിക്കും എന്നൊക്കെ ചിന്തിക്കാനുള്ള കഴിവ്, ഫാക്കൽറ്റി നമ്മൾ വളർത്തിയെടുക്കുന്നതാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. ക്രിയേറ്റീവ് തിങ്കിങ് ക്രിട്ടിക്കൽ തിങ്കിങ്ങും 2 ആസ്പെക്റ്റാണ്. ക്രിയേറ്റീവ് എന്ന് വെച്ചാൽ ഒരു പേന നമ്മൾ എടുക്കുന്നു. ആ പേനയെക്കുറിച്ചുള്ള ഉപയോഗം എഴുതാൻ നമ്മൾ പലപ്പോഴും ഈ IMG പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പറയാറുണ്ട്. അപ്പോൾ അത് 10-100 ഉപയോഗങ്ങൾ വരെ ലിസ്റ്റ് ചെയ്യും. ഒരു പേന എടുത്ത് എഴുതാൻ പറ്റും. അതിനകത്തുള്ള നിബെടുത്ത് വേണമെങ്കിൽ നമുക്കൊരു മാലയാക്കാം, അല്ലെങ്കിൽ ഒരു കമ്മലാക്കാം, മാലയാക്കാം. അതിനെ ഒരു സ്ട്രോ ആയിട്ട് ഉപയോഗിക്കാം. അകത്ത് റീഫിലുള്ള പേനയുടെ കാര്യം പണ്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉപയോഗങ്ങൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യും. അത് ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ ഒരു ഫാക്കൽറ്റിയാണ്. പല കാര്യങ്ങളും നമുക്കിങ്ങനെ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ സാധിക്കും. ക്രിട്ടിക്കൽ തിങ്കിങ്ങും അതുപോലെ തന്നെയാണ്. പല കാര്യങ്ങളും ഇച്ചിരി മുൻകൂട്ടി കാണുവാനുള്ള കഴിവ്, ഇത് ചെയ്താൽ ഇന്നതായി തീരുമെന്നുള്ള ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്. എല്ലാ കാര്യങ്ങളും പറയുന്നത് അതുപോലെ അങ്ങ് വിശ്വസിക്കാതെ അതിനെ ക്രിട്ടിക്കലായിട്ട് ഇവിടെ തിങ്ക് ചെയ്യാനുള്ള കഴിവ്. ആരെങ്കിലും പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കാതെ അതിന് ക്രിട്ടിക്കലായിട്ട് ഇന്ന ആസ്പെക്റ്റുകളുണ്ട്, ക്രിട്ടിക്കലായിട്ടും ക്രിയേറ്റീവായിട്ടും തിങ്ക് ചെയ്യാനുള്ള ഫാക്കൽറ്റി വളർത്തിയെടുത്താൽ നല്ലതാണ്. അല്ലെങ്കിൽ പറയുന്നതെല്ലാം അത് തന്നെയാണെന്ന് വിശ്വസിച്ച് നമ്മൾ മറ്റുള്ളവർ പറഞ്ഞ് വിശ്വസിച്ച് പോകാനുള്ള സാധ്യത